ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റർ ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം കാണാൻ പോകുന്നത് മീഡിയ രംഗത്തുള്ള ഒരു കമ്പനിയാണ് TV18. റിലയൻസിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ കമ്പനി നെറ്റ്വർക്ക് 18 മെർജ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 172:100 എന്ന റേഷ്യോയിലാണ് മെർജിങ് നടക്കുന്നത്. ഈ കമ്പനി മുമ്പും ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം വളരെയധികം മുന്നോട്ട് പോയതിനു ശേഷം ചെറിയൊരു ഇടിവ് വന്നിരുന്നു. എന്നാൽ വീണ്ടും ഒരു വലിയ മുന്നേറ്റത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓഹരി. 55 മുകളിൽ ഡിസിസീവായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് തന്നെ 75 കാണാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ടെക്നിക്കലി വളരെ നല്ലതായിരിക്കുന്ന ഈ ഓഹരിയുടെ ഫണ്ടമെൻ്റൽസ് എന്താണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ഇതൊരു മീഡിയ ഓഹരിയാണ്. ഇലക്ഷൻ ഇയറായ ഈ വർഷം എല്ലാ മീഡിയ ഓഹരികൾക്കും വലിയൊരു മുന്നേറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പല പ്രിന്റ് മീഡിയയിലുള്ള ഓഹരികളുടെയും വില ഈ അടുത്ത് തന്നെ കുതിച്ചുയർന്നിരുന്നു. എന്നാൽ TV18, നെറ്റ്വർക്ക് 18 എന്നിരുന്നാലും TV18, നെറ്റ്വർക്ക് 18 എന്നീ രണ്ട് കമ്പനികൾക്ക് വലിയൊരു മുന്നേറ്റം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. റിലയൻസ് ഉടമസ്ഥയിലുള്ള കമ്പനിയാണിതെന്ന് ഓർക്കണം. ഇത് ലോസ് മേക്കിംഗ് കമ്പനിയാണ് അറ്റ് പ്രസൻറ്റ്. എന്നാൽ റിലയൻസ് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് ഈ കമ്പനിയെ പ്രോഫിറ്റിലേക്ക് വരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിന് കുറച്ച് സമയം കൊടുക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു റീസ്ട്രക്ചറിങ് ആണ് ഈ കമ്പനി നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10,000 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. എന്നാൽ രണ്ട് കമ്പനികൾ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 15,000 കോടിയായി ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് കുറയാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നെറ്റ്വർക്ക് 18 കീഴിലാണ് TV18. TV18 മജോറിറ്റി ഷെയർ ഹോൾഡർ നെറ്റ്വർക്ക് 18 ആണ്. അപ്പോൾ അതിൽ പലതും അത് റൈറ്റ് ഓഫ് ചെയ്യപ്പെടുകയും അങ്ങനെ ഈ കമ്പനികൾ രണ്ടും മെർജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഡിജിറ്റൽ TV, OTT, പ്രിന്റ് എല്ലാ രംഗത്തും വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് TV18. കൂടാതെ മണി കൺട്രോൾ, ഫോക്സ് മാഗസിൻ, ഫസ്റ്റ് പോസ്റ്റ് മുതലായ രംഗത്തും ഈ കമ്പനിക്ക് മുൻനിരയായിട്ടാണ് നിൽക്കുന്നത്. ഈ കമ്പനികളുടെ ഈ കമ്പൈൻഡ് എൻറ്റിറ്റിയുടെ കീഴിലായിരിക്കും ജിയോ സിനിമാസ് വയാകോമിൻ്റെ അടിയിലായി വരുന്നത്. അപ്പോൾ വയാകോമും ഈ കമ്പനിയുടെ കീഴിലായിട്ട് വരും. കൂടാതെ ഡിസ്നി സ്റ്റാർ റിലയൻസുമായി ഒരു നോൺ ബൈൻഡിങ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മജോറിറ്റി സ്റ്റേക്ക് കൈവശമാക്കാൻ. എന്ന് പറഞ്ഞാൽ ഡിസ്നി സ്റ്റാറിൻ്റെ കീഴിലുള്ള OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ഹോട്ട്സ്റ്റാർ ഉടനെ റിലയൻസ് കീഴിലായി വരും. അതും ഈ കമ്പൈൻഡ് എൻറ്റിറ്റിയുടെ കീഴിലായി വരാനാണ് സാധ്യത. ഇനി ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള മേജർ കമ്പനികൾ TV18, നെറ്റ്വർക്ക് 18 ശ്രേണിയിലുള്ള കമ്പനികളാണ് സൺ TV, CTV മുതലായവ. ഈ കമ്പനികളുടെ റവന്യൂ ടു മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൻ്റെ 4 ഇരട്ടിയും 7 ഇരട്ടിയുമാണ് ഏകദേശം സിയുടെയും സൺ TVയുടെയും ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പ്. എന്നാൽ കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപ്പ് ഓഫ് TV18 നെറ്റ്വർക്കിൻ്റെ എൻറ്റിറ്റിയുടെ 15,000 കോടി വരുമ്പോൾ അതിൻ്റെ റവന്യൂ വരാൻ പോകുന്നത് ഡിസ്നി സ്റ്റാറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 28,000 crores. ഏകദേശം 50%, 0.5 ഈ കമ്പനിയുടെ ഈ കമ്പൈൻഡ് എൻറ്റിറ്റിയുടെ റവന്യൂവിൻ്റെ എത്ര ഇരട്ടിയാണ് മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 0.5 നമുക്ക് കാണാം. എന്നാൽ സിയും സൺ TVയുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുലവും കുറവാണ്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഒരു 3-4 ഇരട്ടി അടുത്ത 3-4 വർഷം കൊണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വെൽത്ത് 3-4 വർഷം കൊണ്ട് 4 ഇരട്ടി ആക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്തെല്ലാം നിങ്ങൾക്ക് നേടിത്തരുമെന്ന് ആ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാൻ ഏറ്റവും പറ്റിയ സമയമാണ്. ടെക്നിക്കലിയും ഏറ്റവും നല്ല ലെവലിൽ നിൽക്കുന്നു. ഇനി കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. 55 മുകളിൽ ഡിസിസീവായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 75 വരാനുള്ള ചാൻസും ഉണ്ട്. ഈ സ്റ്റോക്ക് പുതുവത്സരത്തിൽ ഞാൻ ഒരു പിക്കായി ജനറൽ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. അന്ന് വാങ്ങിച്ചവർ 49-50 ആയിട്ട് ഏകദേശം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ പോലും ഇത് നല്ല ഒരു റേഞ്ചിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഈ സ്റ്റോക്ക് വലിയൊരു മുന്നേറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ 55 to 75 ലെവലിൽ ഒരു ഫ്രീ മണിയാണ്. കുറച്ച് എളുപ്പത്തിൽ നമുക്ക് പോകാൻ സാധിക്കും.
75 ശേഷം ഓഫ് കോഴ്സ് കൂടുതൽ പേര് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ പേര് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സ്റ്റോക്ക് വാങ്ങേണ്ട നല്ല സമയം ഇപ്പോഴാണ്. റിലയൻസ് ഗ്രൂപ്പിൽപ്പെട്ട റിലയൻസിൻ്റെ പല സ്റ്റോക്കുകളും ഇപ്പോൾ ഒരു താഴ്ന്നു കിടക്കുന്ന അവസ്ഥയാണ്. അതിൽ പെട്ട് ഈ സ്റ്റോക്കും താഴെ കിടക്കുന്നു. എന്നാൽ ഇലക്ഷൻ ഇയറായ ഈ വർഷം കൂടുതൽ വ്യൂവേഴ്സ് ഈ ചാനലുകൾക്ക് ഉണ്ടാവുകയും പിന്നീട് വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും TV18, നെറ്റ്വർക്ക് 18 എന്നീ 2 കമ്പനികൾക്ക് വലിയൊരു മുന്നേറ്റം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. റിലയൻസ് ഉടമസ്ഥയിലുള്ള കമ്പനിയാണിതെന്ന് ഓർക്കണം. ഇത് ലോസ് മേക്കിംഗ് കമ്പനിയാണ് അറ്റ് പ്രസൻറ്റ്. എന്നാൽ റിലയൻസ് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് ഈ കമ്പനിയെ പ്രോഫിറ്റിലേക്ക് വരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിന് കുറച്ച് സമയം കൊടുക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു റീസ്ട്രക്ചറിങ് ആണ് ഈ കമ്പനി നടക്കുന്നത്. കളേഴ്സിൻ്റെ 50 ചാനലും ഈ സ്റ്റോക്കിൻ്റെ കീഴിൽ തന്നെയാണ്. CNBC TV18 ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബിസിനസ് ചാനലാണ്. അതിനും വലിയ വരിക്കാരുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും നോക്കിക്കഴിഞ്ഞാലും വലിയ ഒരു ആസ്തിയുള്ള ഒരു കോൺഗ്ലോമറേറ്റാണ് ഈ ഒരു മീഡിയ ഹൗസ്. TV18നും നെറ്റ്വർക്ക് 18നും ഒന്നിച്ചു ചേരുമ്പോൾ വലിയ മുന്നേറ്റം ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വയക്കം വേൾഡ് കപ്പിനുമെല്ലാം ഉള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് അടുത്തൊരു 3-4 വർഷത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് പല നല്ല സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലും പലതും റെലവൻ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്ന പഴയ സ്റ്റോക്കുകളുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വന്നിരിക്കുന്നു, അത് കൂടിയിട്ടുണ്ടോ, ഏതെല്ലാം സ്റ്റോക്കുകളാണ് കുറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കി നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള ഡിഫറെൻറ്റ് മണി മേക്കിംഗ് വേസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്. ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.